നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ സീസണിൽ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ വിജയിച്ച് കയറിയത്. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമാണ്. 3-0 വിജയം FC ബാഴ്സലോണക്ക്. അന്ന് ഡാനി കർവാഹൽ ഒരു കാര്യം പറഞ്ഞു, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ഇൻ ഒഫീഷ്യൽ കോമ്പറ്റീഷൻ വി വിൽ സ്റ്റെപ്പ് ഓവർ ദം. എനിക്കുറപ്പുണ്ട്, ഞാൻ കൺവിൻസ്ഡ് ആണ്, ഒഫീഷ്യൽ മത്സരങ്ങൾ വരട്ടെ, ഞങ്ങൾ അവരുടെ മുകളിൽ കയറും, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വല്ലാത്തൊരു വാക്കാണത്. പിന്നെ എന്താ സംഭവിച്ചത്? അതിനുശേഷം ഒഫീഷ്യൽ മത്സരങ്ങൾ 3 കടന്നുപോയി. ആ 3 FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തുന്ന റയൽ മാഡ്രിഡിനെയാണ് നമ്മൾ കണ്ടത്. ഈ സീസണിലെ ലാലിഗയിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം 1-2 ആ കളിയിൽ ബാഴ്സലോണയെ ബാഴ്സലോണ നഗരത്തിലിട്ട് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തുന്നത്. അന്ന് 2 ഗോളുകൾ നേടിയത് ജൂഡ് ബെല്ലിംഗാം ആയിരുന്നു. കളിയുടെ 68-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ച അദ്ദേഹം പിന്നീട് കളി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരിക്കൽ കൂടി ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ചു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് ബെല്ലിംഗാമാണ് സ്റ്റാർ ആയത്. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് സൂപ്പർ കപ്പിലാണ്. സൂപ്പർ കപ്പിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന മത്സരം, ആ മത്സരം 4-1 റയൽ മാഡ്രിഡിനെ FC ബാഴ്സലോണ പരാജയപ്പെടുന്നത്. വിനി ജൂനിയർ 39 മിനിറ്റുകൾക്കുള്ളിൽ ഹാട്രിക് നേടി പൊളിച്ചടുക്കിയ ഒരു മത്സരമായിരുന്നു അത്. ആ കളിയിൽ 3-1 ആദ്യ പകുതിയിൽ തന്നെ റയൽ മാഡ്രിഡ് മുന്നിൽ പോയി. 4-1 ഒടുവിൽ റോഡ്രിഗോ കൂടി ഗോളടിച്ചപ്പോൾ അവർ വിജയിച്ച് കയറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലത്തെ മത്സരം. എന്തൊരു പോരാട്ടമായിരുന്നു അത്. ആ കളിയിൽ 2 തവണ ലീഡ് എടുത്തതാണ് FC ബാഴ്സലോണ. എന്നിട്ടും അവരെ ഒടുവിൽ 3-2 പരാജയപ്പെടുത്തുന്നു. അതിലും അവസാന നിമിഷത്തിൽ ഗോൾ അടിക്കുന്നു, ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുന്നു ജൂഡ് ബെല്ലിംഗാം എന്ന കാര്യം എടുത്തു പറയണം. വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ലൂക്കാസ് വാസ്കസുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.